എൻ്റെ പേര് ബിനി. എൻ്റെ മോളെ ഏഞ്ചൽ മരിയ. ഇവർക്ക് 2024 മെയ് മാസം ആദ്യമായപ്പോൾ ഇവർക്ക് ഏഞ്ചൽ മരിയയുടെ പേരല്ലേ ഇന്നലെ വിളിച്ചു പറയണ്ടേ? അല്ലേ? നീ എത്രയല്ല? 6ാം ക്ലാസ്. അപ്പം ബ്രസ്റ്റിൻ്റെ അവിടെ വേദനയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല മോളെ, ഈ പ്രായത്തിനായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് മെയ് 4-ാം തീയതി ആയപ്പോൾ ശനിയാഴ്ചയായിരുന്നു. അന്ന് ഇവൾ പറഞ്ഞു എനിക്ക് ഡ്രസ്സ് പോലും മൂട്ടാൻ പറ്റുന്നില്ല അമ്മ, എനിക്ക് ഭയങ്കര വേദനയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കിന്ന് ഏകദിനം ഓൺലൈനിൽ ഈ നിയോഗം വെച്ച് കൂടാ, നമുക്കിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ആരാധനയുടെ ലാസ്റ്റ് സമയമായപ്പം ബ്രദർ വിളിച്ചു പറഞ്ഞു ഒരു വ്യക്തിയുടെ വലതേ ബ്രസ്റ്റിന്റെ വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു, കോട്ടിയോളം വലിപ്പമുള്ള മുഴയെ എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു. ആ സമയമായപ്പോ ഈ മോള് എൻ്റെ അടുത്തുനിന്ന് പുറത്തോട്ട് പോയായിരുന്നു. അത്ര നേരം ഓൺലൈൻ കണ്ടുകൊണ്ടിരുന്നു. ആ സമയം വരെ ഇവൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ സമയമായപ്പോൾ ഇവള് പുറത്തോട്ട് എന്തോ ആവശ്യത്തിൽ പോയി. അപ്പൊ ഇവള് കേട്ടില്ല, ഞാനിത് പറഞ്ഞുമില്ല ഇവളോട്. ഇവളെന്താ പറയുന്നത്? ഒരു 3:15 മോള് വന്ന് പറഞ്ഞു വേദന പോയി അമ്മയെന്ന് പറഞ്ഞു. ഇല്ല ഇപ്പം ഡ്രസ്സൊന്നും മുട്ടുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 2 ദിവസം ആയപ്പോഴത്തേനും മുഴ അപ്രത്യക്ഷമായി. പിന്നെ തൊടിക്കലായിരുന്നു. വേദന പോയി കഴിഞ്ഞപ്പോൾ നമുക്കറിയായിരുന്നു കോട്ടിയോളം വലിപ്പമുള്ള ഒരു മുഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു. അത് 2 ദിവസം ആയപ്പോഴത്തേനും അതും അപ്രത്യക്ഷമായി. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒക്ടോബർ ആയപ്പോഴത്തേനും മോൾക്ക് പനി വന്നു. മരുന്ന് മേടിച്ചു. ഒരാഴ്ച സ്കൂളിൽ പോയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും ആ സ്കൂൾ വിടാനായപ്പോഴത്തേനും മോള് പറയുന്നത് ഭയങ്കര വയറുവേദന അമ്മയെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഡോക്ടറെ തന്നെ പിന്നെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യാൻ പോയപ്പം സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു ഇത് അപ്പൻഡിക്സ് ആണല്ലോ, ഇത് നല്ലോണം വീങ്ങി പഴുത്താണല്ലോ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ന് തന്നെ സർജനെ കാണിക്കും, ഈ ഡോക്ടറെ അല്ല സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടറല്ലേ പറഞ്ഞെന്ന് ഓർത്ത് ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ തന്നെ നമുക്കൊരു സർജനെ കാണിക്കാൻ പറഞ്ഞു. സർജൻ പറഞ്ഞു ഇത് കുഞ്ഞല്ലേ, ഇപ്പോൾ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യും, നമുക്ക് ഒരാഴ്ചത്തെ മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ചത്തെ മരുന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് നമുക്ക് കുറയുന്നൊന്നുമില്ല. അന്നേരം ഡോക്ടർ ശനിയാഴ്ച കൊണ്ടുവന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയല്ല, ഞാൻ നാളെ ലീവാണ്, ഇന്ന് ശനിയാഴ്ചയായില്ല ഉച്ചയായില്ല, നിങ്ങൾ തിങ്കളാഴ്ച രാവിലെ വാ, അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ അത്ഭുതം കണ്ട് ജപമാല കൂടുന്നുണ്ടായിരുന്നു. അതെൻ്റെ സമയത്തായിരുന്നു, അടുക്കളയിൽ ഓൺ ചെയ്ത് വെച്ചിട്ടായിരുന്നു കൂടുന്നത്. അന്ന് ഞാൻ തീരുമാനം എടുത്തു ഇനി അത് പറ്റില്ല, ഞാൻ തമ്പുരാൻ്റെ സമയത്തിലേക്ക് മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ മോള് കരയാൻ തുടങ്ങിയായിരുന്നു. അന്ന് ആ ഞായറാഴ്ച വെളുപ്പിന് ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ അത്ഭുതം കണ്ട് ജപമാല കൂടാൻ തുടങ്ങി. 33 ദിവസം നിയോഗം വെച്ച് കൂടി. ഞായറാഴ്ച അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ റെക്കോർഡ് ജപമാല കൂടുന്നേ തിങ്കളാഴ്ച ഇവർക്ക് ഓപ്പറേഷൻ പറഞ്ഞ അന്ന് ഞാൻ ജനുവരിയിലാണ് എടുത്തു കൂടിയേ. ഓപ്പറേഷൻ പോയില്ല, ആശുപത്രി ഇല്ല. അന്ന് വെളുപ്പിന് 3 മണി തിങ്കളാഴ്ച വെളുപ്പിനാണ് ആശുപത്രി ചെല്ലാൻ പറഞ്ഞത്. അന്ന് വെളുപ്പിനെ ഞാൻ കൂടിയ ആ ജപമാലയിൽ അച്ഛൻ പറയുന്നു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അപ്പൻഡിക്സ് കർത്താവ് സുഖപ്പെടുത്തുന്നു, ഓപ്പറേഷൻ പറഞ്ഞിരുന്നാന്ന് പറഞ്ഞു. ഓപ്പറേഷൻ പറഞ്ഞിരുന്നാന്ന് അച്ഛൻ പറഞ്ഞു. അത് പിന്നെ ഞങ്ങൾ സ്കാൻ ചെയ്തില്ല, കാരണം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാമായിരുന്നു ഇങ്ങനെ തടിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ആ തടിപ്പുമില്ല, വേദനയില്ല, ഒന്നുമില്ല. നല്ലൊരു കൈയടി കൊടുത്തേ. എന്തൊരു ഭയങ്കര സാക്ഷിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളൊരു ഏഞ്ചൽ മരിയനെ കർത്താവത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. ആദ്യത്തെ സാക്ഷ്യം കേട്ടില്ലേ, അത് ബ്രദറായിരിക്കും മിക്കതും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ശനിയാഴ്ച ദിവസം വരെ വിശ്വാസത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യം ബ്രദർ എടുത്ത് വിളിച്ച് പറയുകയാണ് ഇങ്ങനെ ഇടത് ബ്രസ്റ്റിലായിരുന്നു അല്ലേ, വലത് ബ്രസ്റ്റിലെ വേദന, അതുമേലുള്ള ഒരു മുഴ, അത് അതിൻ്റെ വലുപ്പം, അത് കർത്താവ് എടുത്തു മാറ്റുന്നു പറയല്ല. പുതിയ കുട്ടിയുടെ രോഗം മാറി ഉണ്ടോ. എന്തൊരു വലിയ സൗഖ്യമാണ്. ഡിസംബർ 18-ാം തീയതി മോള് പരീക്ഷയ്ക്ക് പോയതായിരുന്നു. അപ്പോൾ കൂട്ടുകാരുടെ കൂടെ സ്കൂളിലായിരുന്നു. 2ാം നിലയിൽ നിന്ന് ഇവള് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേനും സ്റ്റെപ്പ് അങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേനും കൂട്ടുകാരി പുറകിൽ നിന്ന് വിളിച്ചു. ഇവള് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും ആ സ്റ്റെപ്പിൽ നിന്ന് വീണു. ഒരു 5-6 സ്റ്റെപ്പ് താഴെ ചെന്ന് വീണു. അന്നപ്പോൾ ടീച്ചേഴ്സ് പോലും പറഞ്ഞു ഇതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വീഴ്ചയെന്ന്. പക്ഷേ അവളുടെ ഈ പല്ല് പകുതി ഒടിഞ്ഞു പോയി. കയ്യിൽ 2 ഇങ്ങനെ പൂച്ച മാന്തി പോലെ ഒരു പാടല്ലാതെ ഒരു അപകടം അവൾക്ക് സംഭവിച്ചിട്ടില്ല. ഈ പല്ല് ഇളകിയിട്ടില്ല, അതിന് വേദനയില്ല, ഒന്നുമില്ല. ആ പല്ല് അങ്ങനെ പോയത് എന്താണെന്ന് അവൾ പറഞ്ഞു. അവൾ എന്നും നഖം കടിക്കുമായിരുന്നു. അത് മിനിഞ്ഞാന്ന് അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു നഖം കടിക്കുന്ന ഒരു കുട്ടീനെ അതിൽ നിന്ന് വിടുതൽ തരുന്നു, അതൊരു പീഡയാണ്, ബന്ധന പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞു. അപ്പം തിങ്കളാഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞു അമ്മു എന്ന കുട്ടീനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇവളും ഈശോയോട് പറഞ്ഞു അമ്മു എന്ന് കുറേ പേര് കാണുമായിരിക്കും, ഈശോയെ എൻ്റെ ശരിക്കുള്ള പേര് വിളിച്ചു പറയണം. അതുകൊണ്ട് ഇന്നലെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഏഞ്ചൽ മരിയനെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന്.
കേട്ടോ. വലിയൊരു സാക്ഷിയാണ് നമ്മൾ കേട്ടത് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ.